ഹലോ ഗൈസ്, അബീസ് പ്രോഗ്രാസ് കുമാർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ വീണ്ടും 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 രണ്ട് വീഡിയോ ആയോളൂ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് അബീത്ത്, എൻ്റെ പേര് മുഹൈമിൻ. Talk to me, numbers never lie, add it up, that's me. നമ്മളൊന്ന് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം കാണുന്ന റീൽസ് ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് ഏത് റീലായാലും നമ്മൾ റിയാക്ഷൻ ചെയ്തിരിക്കും. 18+ ആണെങ്കിൽ ബ്ലർ ആക്കുകയെ അത് വേറൊരു കാര്യം. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാറ്. അപ്പൊ നമ്മളിത് ഈ എന്താ പറയാ, കുറെ നാളുകളായി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ അങ്ങോട്ട് വരുന്നില്ല. വ്യൂസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സ് പഠിക്കും. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവരും വീണ്ടും ഞങ്ങൾ വീഡിയോ ഇട്ട് വരുന്നതാണ്. വരും, റിയാക്ഷൻ ചെയ്യും. മടി പിടിക്കാൻ കാരണം നമ്മൾ ഇടുന്ന വീഡിയോക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മടി പിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും. ഷോർട്ടിന് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഷോർട്ടിന് കിട്ടിയിട്ട് പോലും നമുക്ക് വലിയ ലോങ് വീഡിയോക്കാണ് വ്യൂസ് വേണ്ടത്. എന്നാലേ കൂടുതൽ ആൾക്കാർ. ഇതുവരെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോയുടെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്ത് തീർന്ന് യൂട്യൂബ് അപ്ലോഡ് ചെയ്തും ഷോർട്ടും അപ്ലോഡ് ചെയ്യും. ആ ഷോർട്ടിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ഇടുന്നതായിരിക്കും. അത് നമ്മള് ഇനി അടുത്ത വീഡിയോയില് ആ ഇൻസ്റ്റ ഐഡി ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ കയറി ഫോളോ ചെയ്ത് അതിലും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് ഞങ്ങളുടെ എൻട്രിയും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ലൈക്ക് വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് കാണുന്ന 5 റീൽസ് ഞങ്ങൾ ചിലതൊക്കെ സ്കിപ്പ് ചെയ്യും, എന്നാലും 5 കാണിക്കത്തുള്ളൂ. അപ്പൊ അതാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം എങ്ങനെയുള്ള റീല വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ നേരെ നമുക്ക് റീൽസ് കാണാം. അളിയാ അതിന് കാണിച്ച പോലെ നമ്മളിത് പ്രതീക്ഷിച്ചില്ലാട്ടാ. കാർ റേസിംഗിന് മറ്റേ റെഡ് ബുള്ളിന്റെ പരസ്യമൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ കൊമ്പില്ലാണ്ടല്ലോ കാളയുടെ ഭ്രാന്തന്മാരുടെ മെയിൻ സാധനമായിട്ട് പറഞ്ഞപ്പോഴാ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സൗദി അറേബ്യയില് ഒരാഴ്ചക്ക് മുമ്പേ ട്രക്ക് റേസിംഗ് ഉണ്ടായിരുന്നു. എത്ര 1000 കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്റെ പേരെന്തുവായിരുന്നു? ഡാക്കാർ റേസിംഗ് എന്നായിരുന്നു എന്റെ പേര്. ഡാക്കാന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതിലേക്കൂടെയൊക്കെയാണ് പോയത്. നമ്മുടെ ഞാനും കണ്ടായിരുന്നത് സംഭവം കറക്റ്റ് എന്തോന്ന് എനിക്ക് അത് പിടികിട്ടില്ല. നമ്മുടെ ഇന്ത്യയിലെ ആള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടിയുടെ ഒരു തകരാറ് മൂലം പുള്ളി ഇടയ്ക്ക് വെച്ച് അത് പിന്മാറില്ലെങ്കിൽ അതിലിപ്പോ എനിക്ക് തോന്നുന്നു ജയിച്ചത് ഇംഗ്ലണ്ടുകാരൻ കണ്ടാണ് ജയിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടതാണ്. അപ്പം നമ്മള് വിഷയത്തിൽ തെന്നി മാറുന്നു. നമ്മള് റീൽസ് ആണ്. അപ്പൊ നമ്മള് കണ്ടു. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം, നോക്കിക്കോണെങ്കിൽ. ഇതൊരു കാറ് കൊണ്ടുപോയി മാത്രം വണ്ടി, പക്ഷെ ആ വണ്ടി അതിലും പൊളി. നമ്മള് ഈ തുണിക്കടലൊക്കെ ഡെമോ ഇടത്തിക്കും അതുപോലെ ഇട്ടേക്ക്. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സിനിമ എടുത്ത് വെച്ചേക്കുന്നു കേട്ടോ. ക്യാമറ ആകുമോ നോക്കടാ. എന്തായാലും ഇത് എടുത്തത് ഐഫോണില്ല. ഒരു ഫൈറ്റ് സീൻ ആയിരുന്നു. അത് കൊള്ളാം കേട്ടോ. സൂപ്പർ ഫൈറ്റ്. ക്യാമറമാൻ സൂപ്പർ. ഒരു രക്ഷയില്ല. ക്യാമറമാൻ നോക്കുന്നത് എടുത്തവന്റെ കഴിവാ, ഒന്നും പറയണം. പിന്നെ ടൈമിങ് വേണം. പക്ഷെ എടുത്തവന്റെ കഴിവാണ്. അവനാ ടൈമിങ് നോക്കി എത്ര ടേക്ക് പോയിട്ടായിരിക്കും അത് ഒരേപോലെ ആക്കിയെടുക്കണമെങ്കിൽ എത്ര നേരം നമ്മൾ ചെയ്തതാണ്. നമ്മളെ ഇപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് 2 വാക്ക് പറയുമ്പോൾ ഓരോ സെക്കൻഡ് 2 സെക്കൻഡ് വെച്ച് കട്ട് ചെയ്ത് വീണ്ടും പറയരുത്. അപ്പൊ ഓരോന്നോരോ മാറിയാണ് ഇപ്പൊ സംസാരങ്ങൾ കൂടി വരുന്നത്. നോക്കാം. 1.2 മില്യൺ ഉണ്ട് കാര്യം. അവന്റെ പേരെന്തുവാ? ജാനബ് ശർമ്മ. മലയാളി അല്ല, ഹിന്ദിയാണ്. അതിന്റെയാണ് കാണുന്നത്. നമ്മള് ജയത്തിലെന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അത് ഇത്രയൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടി നടക്കുന്ന പോലെ അവന്മാര് പൊടിപ്പിള്ളാരൊക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ട്, അറിയാമോ?
അമ്മ ചെയ്തൊക്കെ പക്ഷെ എക്സ്പ്രഷൻ ഒന്നും ശരിയല്ല. ശരിയല്ല, അതാണ്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഒരു എഴുത്ത് വീഡിയോ ആണ് ഇത് ഇതിന്റെ അവസാന ഒന്ന് മാത്രം അറിയാം, ഒരുപാട് ഇഷ്ടമാണ്, ഒരിക്കലും ട്രൂ ലവ് ആൾക്ക് അയച്ചു കൊടുക്കാൻ, ഷെയർ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. നമ്മള് സ്കിപ്പ് ചെയ്യുക, അത് നമുക്ക് വേണ്ട. അടുത്ത ഇത് നമ്മുടെ സ്ഥലത്തുള്ള വണ്ടിയാണ്, നമ്മുടെ എന്റെ വീടിന്റെ അടുത്തുള്ള പയ്യന്റെ വണ്ടിയാണ്. കൊല്ലക്കാരുടെ കരുനാപ്പള്ളിക്കാരന്റെ വണ്ടിയാണ്. കരുനാപ്പള്ളി BMW. പ്രത്യേക ശ്രദ്ധയ്ക്ക് എംപിടിക്കാർ കാണാൻ നോക്കുക. അത് കഴിഞ്ഞ അമ്മയും ആഫീസിൽ കൂട്ടുന്നതായിരിക്കും. പക്ഷെ കൊള്ളാം, അടിപൊളി വണ്ടിയാണ്, വലിയ അടിപൊളിയാണ്. നല്ലോണം വണ്ടി കുറഞ്ഞ വണ്ടിയാണ്. അടുത്ത മറ്റേ ഇല്ല ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റൈല്. അതാണ് നടന്ന സ്റ്റൈൽ. ഒരു കാര്യം ഞങ്ങളിരുന്ന് വളവള പറഞ്ഞിട്ട് നമുക്ക് ലൈഫ് കിട്ടുന്നില്ല. നടന്ന ലൈഫ് കിട്ടുന്ന പരിപാടികളാണ് ചെയ്താൽ. ഞങ്ങൾ ധാരാപാരാക്കോട്ടയാണോ നിങ്ങൾ ലൈക്ക് തരുമോ? അവന്മാരവര് ഭ്രാന്താന്ന് പറയും. അവൻ എപ്പോഴും ഒരു ചിരിയുണ്ട്. നമ്മുടെ ചെറുക്കൻ നടക്കും കേട്ടോ, വേണ കഴിഞ്ഞാൽ ഇട്ടേക്കാം. പിന്നെ കേട്ടോ ചെറുക്കൻ നടക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അടുത്ത ഇത് കേട്ട് ഞാൻ മടുത്ത്. ഈ ചുട്ടുമണി ഒറിജിനൽ ശബ്ദം ഇല്ല, ഒന്നും പറയാക്കത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സീനാടിയാവും. എന്റെ ചുറ്റുമണി ഇനി എവിടെ? സുഖല്ലേ നിനക്ക്? കൊറേ അല്ലേ നമ്മൾ കണ്ടിട്ട്, നിനക്ക് ഇന്നെ കാണും വേണ്ടേ? വേണ്ട, ഈ റീൽസ് കാണുന്നതിൽ നല്ലത് തലവല്ലി ചാവുന്നതാണ്. ഇതൊക്കെ കണ്ടെത്ത അവസാനം നമ്മളെ ഇട്ട് പെരുപ്പിക്കും കളിയാ. ഷെയറൊക്കെ പോയിട്ടുണ്ടോ കേട്ടാ.